മാർഗദർശന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ആര്യാമിത്ര. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഒരു ചെറുപയർ സൂപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെ വേണ്ടത് മുളപ്പിച്ച ധാന്യങ്ങളാണ്. നമ്മൾ ഈ കർക്കിടക സമയത്ത് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലത്. എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ചും കൂടി മുളപ്പിച്ച ധാന്യങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് വീക്ക്ലി 2-3 തവണ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുളപ്പിച്ച ചെറുപയറാണ്. അപ്പം നന്നായിട്ട് 2 ദിവസം വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയിടാം, അല്ലെങ്കിൽ ഒരു ദിവസമേ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നനഞ്ഞ തുണിയിൽ ഒരു ഹോൾ നൈറ്റ് കെട്ടി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ മുളപ്പിച്ച ചെറുപയർ തയ്യാറാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ഇത് കുറച്ച് വറവിടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് വേണ്ടത്. നെയ്യിലോട്ട് നമ്മൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതാണ് വറുത്ത് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഇന്ദുപ്പാണ് നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പ് നമുക്ക് സാധാരണ ഉപ്പിനേക്കാളും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനൊക്കെ ഇന്ദുപ്പ് സഹായിക്കുന്നുണ്ട്. ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഇവിടെ ചെയ്യാൻ പോകുന്നത് 3 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മൾ ഒരു 1.5 ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വറുത്ത് അതിലോട്ട് ചേർക്കും. നമ്മൾ നോർമൽ സൂപ്പിന് പകരം ഒരു ഫുള്ളി വെജിറ്റേറിയൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയുർവേദിക് സൂപ്പാണ് തയ്യാറാക്കുന്നത്. നന്നായി വെന്ത് വരട്ടെ. 1.5 ഗ്ലാസ് ആവണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് 1.5 ഗ്ലാസ് ആക്കിയിട്ട് നമുക്ക് ചുരുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എസൻസ് കംപ്ലീറ്റ് ഈ വെള്ളത്തിലോട്ട് വരുന്നതായിരിക്കും. നമുക്ക് അടുപ്പിലോട്ട് ഇത് മാറ്റാം. 1.5 ഗ്ലാസ്സായി വെള്ളം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയർ സൂപ്പ് ഏകദേശം വെള്ളം വറ്റി പാകമായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ഇന്ദുപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇപ്പോൾ 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി അടിയുന്നത് വരെ ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ സൂപ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നന്നായിട്ട് ഇതിലേക്ക് അടിഞ്ഞു വരും കേട്ടോ. അടിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കേണ്ട ഇത്ര ഇതുണ്ടാവില്ല. നമുക്ക് വറവിടാം. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നെയ്യിലാണ്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൺപാത്രമായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ചൂടായി വരാൻ വേണ്ടിയിട്ട്. അതാണ്. അപ്പോൾ ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഉള്ളത് ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇത് വറവ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് വേണം നൈസായിട്ട് അരിയാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇവിടെ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് ഒന്നും കൂടെ ആ സൂപ്പിൻ്റെ ഇടയിൽ അതൊന്ന് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ചെറുപയർ ഇത്തിരി മുളപ്പിക്കണം എന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ ഒരു കർക്കിടകത്തിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കല്ലാതെയും വീക്ക്ലി 2-3 തവണ ഈ സൂപ്പ് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹെൽത്ത് ടിപ്പോ ഹെൽത്ത് ഇൻഫർമേഷനോ ബ്യൂട്ടി ടിപ്പോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.